ഹലോ ആസ്പിരൻസ്, ദിസ് ഈസ് മുഹമ്മദ് അഷ്ഫാഖ്, ലീഡ് മെന്റർ അറ്റ് എൻട്രി കോമേഴ്സ്. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാനായിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാവരും എൻ്റെ അടുത്ത് കുറച്ച് SAP കുറച്ച് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. സോ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സാപ്പ് എന്നാണ് എല്ലാവരും പറയണമെങ്കിലും അതിൻ്റെ ശരിക്കുമുള്ള പ്രൊനൗൺസിയേഷൻ വരുന്നത് SAP എന്നാണ്. കാരണം അതിനൊരു ഫുൾ ഫോം ഉണ്ട്, സിസ്റ്റം ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്. സോ ഒരിക്കലും നിങ്ങൾ സാപ്പ് എന്ന് പറയരുത്. SAP എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വായിക്കുമ്പോൾ ജസ്റ്റ് സാപ്പ് എന്ന് വായിക്കും, പക്ഷേ ശരിക്കും നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് SAP എന്നുള്ളതാണ്. SAP പഠിക്കാനായിട്ട് ഡിഗ്രി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിയുടെ ഒന്നും ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും SAP പഠിക്കാം. പക്ഷേ ഇത് കഴിഞ്ഞ് നിങ്ങളൊരു ജോലിക്ക് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഡിഗ്രി വേണം. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, MNC കമ്പനീസിലാണ് SAP യൂസ് ചെയ്യുന്നത് അല്ലേ കൂടുതലും. സോ അവിടെ കമ്പനീസിൽ ഹയർ ചെയ്യുമ്പോൾ അവർ ഫസ്റ്റ് നോക്കുന്നത് ഡിഗ്രി കംപ്ലീറ്റഡ് ആണെന്നൊക്കെ ഉള്ളതായിരിക്കും. സോ ജോബ് നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡിഗ്രിയുടെ ആവശ്യം ഉണ്ടാകും. ടാലി ഓർ SAP എന്ന് ചോദിക്കുമ്പോൾ രണ്ടും ഒരു ERP സോഫ്റ്റ്വെയർ ആണെങ്കിലും നമുക്ക് അതിൻ്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം ടാലി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ്, പക്ഷേ SAP എന്ന് പറയുന്നത് ജർമ്മൻ ബേസ്ഡ് ആണ്. പക്ഷെ ടാലി ഇപ്പോൾ ഓൾമോസ്റ്റ് ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതൊരു ഫുള്ളായിട്ടൊരു ERP സോഫ്റ്റ്വെയർ എന്ന് പറയാൻ പറ്റില്ല. കമ്പനിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ SAP എന്ന് പറയുമ്പോൾ എന്താ, ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ A to Z കാര്യങ്ങളും നമുക്ക് അവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും. അതിപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ്, പോട്ടെ കോഡിംഗ് ലെവലിലുള്ളതാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ABAP അങ്ങനെയുള്ള കുറേ മൊഡ്യൂൾസ് അവിടെ അവൈലബിൾ ആണ്. SAP വർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ കയറാം. എന്നിട്ട് SAP യൂസിങ് കമ്പനീസ് ഇൻ ഇന്ത്യ എന്നോ വേൾഡ് എന്നോ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രമാത്രം കമ്പനീസാണ് അവിടെ SAP യൂസ് ചെയ്യണമെന്നുള്ളത്. സോ നിങ്ങൾക്ക് അവിടെ മനസ്സിലാകും SAP എന്തോരം വെർത്താണെന്നുള്ളത്. SAP ഇന്റർനാഷണൽ ആണോ? അതായത് SAP യൂസ് ചെയ്യുന്ന കമ്പനീസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു MNC കമ്പനീസാണ്. സോ SAP ഇന്റർനാഷണൽ ആണെങ്കിൽ അല്ലേ MNC കമ്പനീസ് അവിടെ എന്ത് ചെയ്യുള്ളൂ, SAP യൂസ് ചെയ്യുള്ളൂ. സോ SAP ഒരു ഇന്റർനാഷണൽ തന്നെയാണ്. ഓൾമോസ്റ്റ് 190+ കൺട്രീസിലാണ് നമുക്ക് SAP ഇപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 49+ ലാംഗ്വേജസിലും നമുക്ക് എന്തുണ്ട്, SAP ഇപ്പോൾ അവൈലബിൾ ആണ്. സോ SAP ഈസ് ഇന്റർനാഷണൽ. SAP ECC ഓർ SAP S/4HANA വിച്ച് മീൻസ് ഇത് രണ്ടും ഒരു അമ്മ പെറ്റ മക്കൾ എന്ന് തന്നെ പറയാം. കാരണം ECC എന്ന് പറയുന്ന അനിയനാണെങ്കിൽ ഹാന എന്ന് പറയുന്നത് ചേട്ടനായിരിക്കും. കാരണം ഈ ECCയുടെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ് ഹാന എന്ന് പറയുന്നത്. സോ ആദ്യമെല്ലാം SAP ECC ആയിരുന്നു എല്ലാവർക്കും വേണ്ട, പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും എന്ത് മതി, SAP HANA മതി. ലൈക്ക് ഇപ്പോൾ നമ്മൾ വിൻഡോസ് 7 10 മാറി, 12 മാറി. സോ അതുപോലെ തന്നെയാണ് SAPയുടെ വെർഷൻസും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുപോലെയാണ് SAP ECC നെക്സ്റ്റ് വന്നേക്കുന്നതാണ് SAP S/4HANA. 100% ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പല്ല. കാരണം ജോലി കിട്ടാനായിട്ട് SAPയുടെ സർട്ടിഫിക്കേഷൻ മാത്രം പോരാ. നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്, നിങ്ങളുടെ ഇന്റർവ്യൂ ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനി നിങ്ങൾ ഹയർ ചെയ്യുള്ളൂ. സോ ഞാൻ എവിടുന്ന് SAP പഠിച്ച് സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സോ ഒരാൾ ചെന്ന് SAP പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കേഷനും വെച്ച് നിങ്ങൾ എങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നോ അതിനെ ബേസ് ചെയ്തിരിക്കും ഒരാൾക്ക് ജോലി കിട്ടാൻ. നിങ്ങളിപ്പോൾ ഏത് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെന്നുണ്ടെങ്കിലും അവർക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ മൊഡ്യൂൾസും ഇപ്പോൾ SAPയിലുണ്ട്. ഫോർ എക്സാമ്പിൾ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ SAP ഫിനാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ലോജിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെന്നുണ്ടെങ്കിൽ SAP MM ഉണ്ട്. ഇപ്പോൾ സെയിൽസ് ആയിക്കോട്ടെ SAP SD ഉണ്ടാവും. ഓട്ടെ നിങ്ങളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് എല്ലാം പഠിച്ച ഒരു കോഡിംഗ് ലെവലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SAP ABAP, SAP NetWeaver, SAP ബേസിസ് അങ്ങനത്തെ കുറേ മൊഡ്യൂൾസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അവിടെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സോ അതിപ്പോൾ ഗ്ലോബൽ ലെവൽ ആയാലും എൻഡ് യൂസർ ലെവൽ ആയാലും നിങ്ങൾക്ക് അതിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ളത് പഠിക്കാൻ പറ്റും. സോ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ കോമൺലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും ക്ലിയർ ചെയ്തല്ലേ. സോ നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.